സമാധാനപരമായ നയങ്ങളിലൂടെ മാത്രമേ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും തടയിടാനാവൂമെന്ന് ദുബായിൽ നടന്നുവെന്ന് രാജ്യാന്തര സമാധാന സമ്മേളനം ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾക്കോ അടിച്ചമർത്തലുകൾക്കോ ഇത്തരം ദുഷ്രീതികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും അഭിപ്രായപ്പെട്ടു. ത്രിദിന സമ്മേളനം ഇന്ന് സമാപിക്കും. സ്നേഹവും സമാധാനവും ശാന്തിയും മുഴുവൻ ലോക സമൂഹവും നിലനിർത്തണമെന്ന സന്ദേശമാണ് സമ്മേളനം നൽകിയത്. വ്യക്തിജീവിതത്തിൽ നിന്ന് തുടങ്ങേണ്ട സമാധാന പ്രക്രിയകൾ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ലോകത്തേക്കും പകർന്നാൽ ആഗോള ശാന്തിയും സമാധാനവും കൈവരുമെന്നും വ്യക്തമാക്കുന്നു. ലോകത്തെ 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ദുബായിലുണ്ട്. ഈ ദുബായിൽ നമ്മൾ ഒരു അന്താരാഷ്ട്ര ഭാഷയിൽ ഇംഗ്ലീഷിൽ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും നമ്മുടെ എക്സിബിഷൻ സംഘടിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം സമാധാന സന്ദേശമാണെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ലോകത്തെ 200ഓളം രാജ്യങ്ങളിലുണ്ടാകും എന്നും അത് മൂലം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയാണ് ലോകം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏക പരിഹാരമെന്നും വിലയിരുത്തി. മുതലാളിത്തം മാനുഷിക മൂല്യങ്ങളെ അവഗണിക്കുന്ന കാലത്തോളം ലോക സാമ്പത്തിക ക്രമം മുൾമുനയിൽ തന്നെ നിൽക്കുമെന്നും ചൂണ്ടിക്കാട്ടി. 11 പ്രമുഖർ വിവിധ സെഷനുകളിൽ വിഷയം അവതരിപ്പിച്ചു. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും തെറ്റിദ്ധാരണകൾ നീക്കാനും ലക്ഷ്യമിട്ട സാൽവേഷൻ പ്രദർശനമാണ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കാലങ്ങൾക്കും ചിന്തകൾക്കും അതീതമായി അറിവിന്റെ അക്ഷയഖനിയിലേക്കാണ് സാൽവേഷന്റെ കവാടം തുറന്നിരിക്കുന്നത്. സമസ്യകളിൽ നിന്ന് സത്യാന്വേഷണങ്ങളിലേക്കുള്ള ഈ യാത്ര പലർക്കും വീണ്ടും വിചാരത്തിന്റേത് കൂടിയായി. ശൂന്യത, സൃഷ്ടി, യാഥാർത്ഥ്യം, മരണം എന്നീ ഘട്ടങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പ്രദർശനം ശാസ്ത്ര സത്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ജീവിതത്തിന്റെ ആദ്യാവസാനം വരെ എങ്ങനെയായിരിക്കണമെന്ന് ഖുർആനെ അടിസ്ഥാനപ്പെടുത്തി വിവരിക്കുന്നുണ്ട്. ഗൾഫിൽ തന്നെ ഇത്തരത്തിലൊരു സമ്മേളനവും പ്രദർശനവും ഇതാദ്യമായാണ് നടക്കുന്നത്. മനോരമ ന്യൂസ്,